ആളൂർ പഞ്ചായത്തിലെ 5 റോഡുകളുടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. 1.25 കോടി രൂപ ചെലവഴിച്ചാണ് റോഡുകൾ നവീകരിക്കുന്നത്. ഡിജിറ്റൽ കേബിൾ ടിവി രംഗത്ത് കേരള വിഷന് അഭിമാനകരമായ കുതിപ്പ്. ട്രായിയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഡിജിറ്റൽ കേബിൾ ടിവി രംഗത്ത് രാജ്യത്ത് 4ാം സ്ഥാനത്ത് KCCL. വടക്കേക്കാട് എരിഞ്ഞിപ്പടിയിൽ മോട്ടോർ പമ്പ് സെറ്റ് റിപ്പയർ ചെയ്യുന്നതിനിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. വടക്കേക്കാട് സ്വദേശി ഫക്രുദ്ദീനാണ് മരിച്ചത്. പീച്ചി പാണഞ്ചേരി മേഖലകളിലെ സുരക്ഷാ ക്യാമറ പദ്ധതി മന്ത്രി കെ രാജൻ സ്വിച്ച് ഓൺ ചെയ്തു. ലഹരിയുടെ നുഴഞ്ഞുകയറ്റം തടയാൻ സൈനികരെ പോലെ നാം ഒന്നിച്ചു നിൽക്കണമെന്ന് മന്ത്രി. അരിപ്പാലം തോപ്പിൽ കോമ്പരുപറമ്പിൽ ഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം. 25,000 രൂപയോളം നഷ്ടപ്പെട്ടു. വാർത്തകൾ വിശദമായി. 1.25 കോടി ചിലവിൽ നവീകരിക്കുന്ന ആളൂർ പഞ്ചായത്തിലെ 5 റോഡുകളുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ 7 ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭയിലുമായി തകർന്ന 30 റോഡുകൾക്കായി 8.39 കോടി രൂപയാണ് പുനരുദ്ധാരണത്തിനായി മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം അനുവദിച്ചിട്ടുള്ളത്. കണ്ണിക്കര കപ്പേള പരിസരത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, മാള ബ്ലോക്ക് ക്ഷേമകാര്യ ചെയർമാൻ ജോസ് മാഞ്ഞൂരാൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിന്ദു ഷാജു, ജനപ്രതിനിധികളായ ജുമൈല സഗീർ, ഷൈനി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. 39 ലക്ഷം രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. മണ്ഡലത്തിൽ നടന്നു വരുന്നത് ആളൂർ ഗ്രാമപഞ്ചായത്തിൽ 6 റോഡുകളാണ് ഇപ്രകാരം നവീകരിക്കപ്പെടുന്നത്. റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ആരംഭിക്കാൻ തയ്യാറായ ആളൂർ ഗ്രാമപഞ്ചായത്തിനെ സസ്നേഹം ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഡിജിറ്റൽ കേബിൾ ടിവി രംഗത്ത് കേരള വിഷന് അഭിമാനകരമായ കുതിപ്പ്. ട്രായിയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഡിജിറ്റൽ കേബിൾ ടിവി രംഗത്ത് രാജ്യത്ത് 4ാം സ്ഥാനത്താണ് KCCL. ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ കേരള വിഷൻ സാങ്കേതികവിദ്യയിൽ മുന്നേറിയും ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകിയുമാണ് അതിവേഗം രാജ്യത്ത് തന്നെ 4ാം സ്ഥാനത്തെത്തിയത്. വടക്കേക്കാട് എരിഞ്ഞിപ്പടിയിൽ മോട്ടോർ പമ്പ് സെറ്റ് അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. വടക്കേക്കാട് സ്വദേശി 19 വയസ്സുള്ള പമ്മനത്തേയിൽ ഫക്രുദ്ദീനാണ് മരിച്ചത്. സ്വന്തം വീട്ടിലെ മോട്ടോർ പമ്പ് സെറ്റ് നന്നാക്കുന്നതിനിടെയാണ് ഷോക്കേറ്റത്. മാതാവിന്റെ ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ഫക്രുദ്ദീനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സമൂഹത്തിലേക്കുള്ള ലഹരിയുടെ നുഴഞ്ഞുകയറ്റം തടയാൻ 3.5 കോടി മലയാളികളും സൈനികരെ പോലെ ഒന്നിച്ചു നിൽക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പീച്ചി പാണഞ്ചേരി മേഖലകളിലെ സുരക്ഷാ ക്യാമറ പദ്ധതിയായ ഗാർഡിയൻ പ്രോജക്ട് സ്വിച്ച് ഓൺ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ ASP ഹാർദിക് മീണ അധ്യക്ഷത വഹിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമ്യ രാജേഷ്, വാർഡ് മെമ്പർ ആനി ജോയ്, ഒല്ലൂർ ACP സുധീരൻ, PG SHO സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പോലീസിംഗിന്റെ ഒപ്പം തന്നെ ഒരു 10-15 വർഷത്തിന് ശേഷം സ്വരാജ് റൗണ്ടിൽ നിന്ന് ആളുകൾക്ക് കാണാൻ മറ്റൊരു വഴിക്ക് പോയി മാഗസീനെ കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങൾ കോടതിയുടെ സഹായത്തോടു കൂടി ഒന്ന് പൊളിച്ചെഴുതി വളരെ മനോഹരമായിട്ട് ആ പരിപാടികൾക്ക് ബന്ധപ്പെട്ട ആളുകൾ നേതൃത്വം നൽകിയിട്ടുണ്ട്. അരിപ്പാലം തോപ്പിൽ കോമ്പരുപറമ്പിൽ ഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം. ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രങ്ങൾക്ക് മുന്നിലെ ഭണ്ഡാരങ്ങളുടെ പൂട്ട് പൊളിച്ചാണ് പണം കവർന്നത്. ഏകദേശം 25,000 രൂപ നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു. കാട്ടൂർ പോലീസിൽ പരാതി നൽകി. ക്ഷേത്ര പരിസരത്ത് നിന്ന് മോഷ്ടാക്കൾ ഭണ്ഡാരങ്ങൾ തുറക്കാനായി കൊണ്ടുവന്നതെന്ന് കരുതുന്ന താക്കോൽ കൂട്ടം ലഭിച്ചത് ഭാരവാഹികൾ പോലീസിന് കൈമാറി. സ്വകാര്യ ബസ് ഡ്രൈവറെ കാറിലെത്തിയ സംഘം ബസ് തടഞ്ഞു നിർത്തി മർദ്ദിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കാഞ്ഞിരക്കോട് സെന്ററിൽ വെച്ചായിരുന്നു സംഭവം. മർദ്ദനത്തെ തുടർന്ന് പരിക്കേറ്റ ബസ് ഡ്രൈവർ കൊണ്ടയൂർ സ്വദേശി മുരളിയെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വരവൂരിൽ നിന്നും ഓട്ടുപാറയിലേക്ക് യാത്രക്കാരുമായി പോവുകയായിരുന്ന ബസ്സിലെ ഡ്രൈവറെയാണ് കാറിലെത്തിയ സംഘം സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ച് മർദ്ദിച്ചത്. ബസ് റോഡിൽ കിടന്നതിനെ തുടർന്ന് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു.
പാർലിക്കാട് സെന്ററിന് സമീപം നിയന്ത്രണം വിട്ട ലോറി ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു കയറി. ഇലക്ട്രിക് പോസ്റ്റ് ലോറിക്ക് മുകളിലേക്ക് ഒടിഞ്ഞു വീണു. തൃശൂരിൽ നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് മരത്തടികൾ കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. മേഖലയിലെ വൈദ്യുത ബന്ധം തടസ്സപ്പെട്ടു. KCB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. അതേസമയം അപകടത്തിൽ ആർക്കും പരിക്കില്ല. കുന്നംകുളത്ത് സ്വകാര്യ ബസ് മറിഞ്ഞ് അപകടമുണ്ടായതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പാലക്കാട് ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന മയിൽ വാഹനം ബസ്സാണ് ബുധനാഴ്ച വൈകിട്ട് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 10ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. ചാവക്കാട് പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. തിരുവത്ര സ്വദേശി പുന്നവീട്ടിൽ കൃഷ്ണൻകുട്ടി മകൾ വിസ്മയയാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് മണലൂർ മണ്ഡലം സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ റാലിയും പൊതുയോഗവും നടത്തി. പൂവത്തൂരിൽ നടന്ന പരിപാടി CITU കേന്ദ്ര കമ്മിറ്റി അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. സണ്ണി വടക്കൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. CK വിജയൻ, PG സുബ്രഹ്മണ്യൻ, TI ചാക്കോ, PG സുബിദാസ്, CG മോഹൻദാസ്, MK സദാനന്ദൻ, PK കൃഷ്ണൻ, VR മനോജ്, രാകേഷ് കണിയാംപറമ്പിൽ, സാംസൺ CT എന്നിവർ സംസാരിച്ചു. LDFന്റെ നേതൃത്വത്തിൽ മാളയിൽ തൊഴിലാളി ദിനം ആചരിച്ചു. മേദിന റാലിയും പൊതുയോഗവും നടത്തി. പൊതുയോഗം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത കേരള ലേബർ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് മെയ്ദിന റാലി സംഘടിപ്പിച്ചു. ദിവ്യബലിക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന തൊഴിലാളി സംഗമവും പൊതുസമ്മേളനവും മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. KLM തൃശൂർ അതിരൂപത പ്രസിഡന്റ് മോളി ജോബി അധ്യക്ഷത വഹിച്ചു. ഫാദർ അരുൺ വലിയ താഴത്ത് മെയ്ദിന സന്ദേശം നൽകി. ഫാദർ പോൾ തേക്കാനത്ത്, ഫാദർ പോൾ മാളിയമ്മാവ്, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, അൽജോ പുളിക്കൻ, സെബി കുടിയൻ, ബേബി വാഴക്കാല, ജെയ്സൺ ചിറ്റിലപ്പള്ളി എന്നിവർ സംസാരിച്ചു. തുടക്കത്തിലും ആദ്യമരംഗത്ത് ഒക്കെ മുന്നിൽ നിന്നൊരു സമുദായമാണ്. തൊഴിൽശാല കിട്ടാതായി. കയ്പമംഗലം മണ്ഡലം മെയ്ദിന ആഘോഷം AITUCയും CITUവും സംയുക്തമായി സംഘടിപ്പിച്ചു. AITUCയുടെ റാലി മതിലകം കണ്ടെയ്നർ പാർക്കിൽ നിന്നും CITUവിന്റെ റാലി മതിൽമൂല സെന്ററിൽ നിന്നും ആരംഭിച്ച് മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം AITUC സംസ്ഥാന ജനറൽ കൌൺസിൽ അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. MG കിരൺ അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം RV ഇക്ബാൽ, ET ടൈസൺ MLA, AS സിദ്ധാർത്ഥൻ, PK ചന്ദ്രശേഖരൻ, TP രഘുനാഥ്, KV രാജേഷ്, AP ജയൻ, മിനി ഷാജി, PK റഫീഖ്, KC ശിവരാമൻ, TS ഗോപിനാഥൻ, സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. അതുപോലെ രാജ്യത്തെ സമൃദ്ധിപ്പെടുത്തുന്ന ഒരു നടപടി ചെയ്യും. രക്തസാക്ഷികളെ പ്രക്ഷോഭത്തിലേക്ക് വരാൻ സാഹചര്യം ഒരുക്കി നേതൃത്വത്തിലുള്ള ഭരണം ഇരിങ്ങാലക്കുട കനാൽ ബേസിൽ ഗൃഹനാഥനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഉത്തരവിട്ട ശിക്ഷാവിധി ഹൈക്കോടതി ശരിവച്ചു. കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികളായ കാറളം കിഴുത്താണി ഐനിയിൽ രഞ്ജു, നെല്ലായി ആലപ്പാട്ട് മാടാനി ജിജോ, കാറളം പുല്ലത്തറ പെരിങ്ങാട്ടിൽ നിധീഷ്, മൂർക്കനാട് കറപ്പുറമ്പിൽ അഭിനന്ദ്, കോമ്പാറ കുന്നത്താൻ മെജോ, ഗാന്ധിഗ്രാം വേലത്തിക്കുളം തൈവളപ്പിൽ അഭിഷേക് എന്നിവരെയാണ് ശിക്ഷിച്ചത്. ഇരിങ്ങാലക്കുട ജോളി ബാറിന് സമീപം മുറുക്കാൻ കടയിൽ വെറ്റില മുറുക്കുന്നതിനിടെ ദേഹത്തേക്ക് ചുണ്ണാമ്പ് തെറിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് മോന്തച്ചാലിൽ വിജയനെ പ്രതികൾ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതികൾ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീൽ തള്ളിയാണ് കൊലക്കുറ്റത്തിനുള്ള ശിക്ഷ ഹൈക്കോടതി ശരിവച്ചത്. 2021 ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി പ്രതികൾക്ക് കൊലക്കുറ്റത്തിന് ശിക്ഷ വിധിച്ചത്.
കവർച്ചാ കേസിൽ കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പരിയാരം കാഞ്ഞിരപ്പള്ളി സ്വദേശി തേമാലിപ്പറമ്പിൽ വീട്ടിൽ ഷാജിയെയാണ് ചാലക്കുടി സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK സജീവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വടക്കാഞ്ചേരിയിൽ ഇടതുപക്ഷ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ മെയ്ദിന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം CITU ജില്ലാ സെക്രട്ടറി സേവ്യർ ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. AITUC നേതാവ് MA വേലായുധൻ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, AITUC നേതാവ് MR സോമനാരായണൻ, CITU ഏരിയ സെക്രട്ടറി S ബസന്തലാൽ, ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. സഹജമായ പ്രതിസന്ധിയിലൂടെ മുതലാളിത്ത തനിച്ച് താമസിക്കുന്ന വയോധികനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പാഞ്ഞാൾ തൊഴുപ്പാടം ശ്രീമുരുകൻ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ചന്ദ്രനാണ് മരിച്ചത്. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ആളിവിടെ ഒറ്റയ്ക്കാണ് താമസം കുറച്ച് കാലങ്ങളായിട്ട്. സഹോദരങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ സഹോദരങ്ങളായിട്ടൊക്കെ ബന്ധത്തിൽ തന്നെയാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ആളിവിടെ RK സ്വാമിയുടെ മാനേജറായിട്ട് വർക്ക് ചെയ്യണം അവർക്ക്. അപ്പോൾ അവിടെ അവിടുത്തെ ആൾ 8 മണിക്ക് എത്തിയില്ല പറഞ്ഞാൽ അവിടെ ആളെ വിട്ടു തുടങ്ങി. ഇവിടെ നോക്കാൻ വന്നപ്പോൾ വാല് തുറന്നിട്ട് നോക്കിയപ്പോൾ ആൾ വിളിക്കാൻ മുണ്ടില്ല. അങ്ങനെ അയൽവക്കത്തെ ആൾക്കാരെ വിളിക്കുക ചെയ്തത്. അങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടത്. അങ്ങനെ പോലീസിനെ ഇവരെ അറിയിച്ചു. അങ്ങനെ പോലീസ് ഇവിടെ വന്നിരുന്നു. അങ്ങനെ വന്നവർ വീട്ടിലൊറ്റയ്ക്കുള്ള ആളാന്ന് പറഞ്ഞപ്പോൾ അത് എടുക്കാൻ പറ്റില്ല, അപ്പോൾ ഇതിൻ്റെ ആളുകൾ വരണമെന്നാണ് പറഞ്ഞത്. സസ്യശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി തിരുവില്ലാമല പട്ടിപ്പറമ്പ് സ്വദേശി സുരേഷ് കുമാർ. ചിറ്റൂർ കോളേജിലെ ബോട്ടണി വിഭാഗം അധ്യാപകനായ കോഴിശ്ശേരി വീട്ടിൽ സുരേഷ് കുമാർ ജാതിക്കായെക്കുറിച്ചുള്ള പഠനമാണ് റിസർച്ച് ചെയ്തത്. സാധാരണക്കാരിൽ നിന്നും ലഭ്യമായ അറിവുകൾ കോർത്തിണക്കി അതിന് ശാസ്ത്രീയ അടിത്തറ നൽകി പുസ്തകങ്ങൾ തയ്യാറാക്കിയ സുരേഷ് കുമാർ വിവിധ കൃഷികളും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നാട്ടിൻപുറത്ത് കൃഷി ചെയ്യുന്ന സാധാരണക്കാരായ ആളുകളുടെ അറിവുകളുണ്ട്. കൃഷിയുടെ ആയിട്ട് ബന്ധപ്പെട്ട അറിവുകൾ, വിത്തുകൾ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതായിട്ട് ബന്ധപ്പെട്ട അറിവുകൾ, വിത്തുകൾ എങ്ങനെ സൂക്ഷിക്കണം, വിത്തുകൾ എങ്ങനെ മുളപ്പിക്കണം, ഇതായിട്ട് ബന്ധപ്പെട്ട കുറേയധികം അറിവുകളുണ്ട്. ഈ അറിവുകളെ കളക്ട് ചെയ്യുകയും അതിനെ ശാസ്ത്രീയമായ വിശകലനത്തിന് വിധേയമാക്കുകയും അതിന് സയൻറ്റിഫിക് ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് വിത്തറിവുകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം. മറ്റൊരു പുസ്തകമാണ് കാർഷിക ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. കേരളത്തിൽ ഇന്ന് നിലവിലുള്ള കൃഷിരീതികൾ എന്തൊക്കെയാണ്, അതിൽ ഏതൊക്കെ കൃഷികളാണ് ഉപയോഗപ്പെടുത്തുന്നത്, കൃഷിക്കാർ സാധാരണയായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്, ആ ഉപയോഗപ്പെടുത്തുന്ന കൃഷികളിൽ ഓരോ ഇനത്തിലുള്ള, ഫോർ എക്സാമ്പിൾ തെങ്ങാണെങ്കിൽ ഏതൊക്കെ തരം തെങ്ങുകൾ നമ്മൾ പ്രധാനമായിട്ടും കൃഷിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ഏതൊക്കെ തരം വാഴകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ഏതൊക്കെ തരം കുരുമുളക് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ഏതൊക്കെ തരം ജാതിക്ക ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ കേരളത്തിൽ നിലവിൽ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ, പാലക്കാട് തൃശ്ശൂർ ജില്ലകളിലായിട്ട് കൃഷിക്കാർ ഏതൊക്കെ കാർഷിക ഇനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അത് ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നുണ്ട് എന്നതാണ് പ്രധാനമായിട്ടും പഠിക്കാൻ വേണ്ടി ശ്രമിച്ചത്. മാമ്പഴത്തിന് വില ലഭിക്കാതെ ചാലക്കുടി കർഷകർ. പ്രിയൂർ ഇനത്തിലെ മാമ്പഴത്തിന് കിലോയ്ക്ക് 50 രൂപയിലേക്ക് ചുരുങ്ങി. മാമ്പഴക്കാലത്ത് എക്കാലത്തും മുൻനിര താരമാണ് പ്രിയൂർ. ജനപ്രിയ മാമ്പഴത്തിന് ആവശ്യക്കാരും ഏറെയുണ്ട്. മുൻവർഷങ്ങളിൽ ആദ്യം വലിയ തുക നൽകിയാണ് ആളുകൾ ഇവ വാങ്ങാറുള്ളത്. ഇക്കുറിയാകട്ടെ തുടക്കത്തിൽ തന്നെ വില ലഭിക്കുന്നില്ല. ഇനിയും വില കുറയാനാണ് സാധ്യതയെന്ന് കച്ചവടക്കാർ പറയുന്നു. മുന്തിയ തരം പ്രിയൂർ മാങ്ങകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശങ്ങളിലേക്കും കയറ്റി പോകുന്നുണ്ട്. തൊലിക്ക് കനം കുറവായതിനാൽ പെട്ടെന്ന് പുഴുക്കേടുണ്ടാകുന്ന മാങ്ങ കൂടിയാണ് പ്രിയൂർ. ഇതുകൊണ്ട് തന്നെ കേട് ഒഴിവാക്കുന്നതിന് മാവുകൾ പൂക്കുന്ന വേളയിൽ കീടനാശിനി തളിക്കുന്ന രീതിയാണ് കർഷകർ അവലംബിക്കുന്നത്. പൂക്കാലം മുതൽ മുൻകൂട്ടി കച്ചവടം നടത്തുന്ന ഇടനിലക്കാർ വിപണി നിയന്ത്രിക്കും. ചാലക്കുടിയിലെ പ്രധാന റോഡുകളിലെല്ലാം ഇപ്പോൾ മാങ്ങ കച്ചവടം പൊടിപൊടിക്കുന്നു. ഒരു കേന്ദ്രത്തിൽ ദിനം പ്രതി 300 കിലോ മാങ്ങകൾ വിറ്റഴിയും. ഇനിയും വില കുറയാനാണ് സാധ്യതയെന്ന് ചാലക്കുടി വെട്ടുകടവ് റോഡിൽ കച്ചവടം നടത്തുന്ന മേലൂർ സ്വദേശി തെറ്റയിൽ ജോസ് പറയുന്നു. കാലവർഷം നേരത്തെ തുടങ്ങുമെന്ന സൂചന കച്ചവടക്കാരെ ആശങ്കയിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം മാങ്ങകൾ പൊട്ടിച്ച് വിപണിയിലെത്തിക്കാനുള്ള പെടാപ്പാടിലാണ് കച്ചവടക്കാർ. TCV ന്യൂസ്, ചാലക്കുടി.
വെളുത്തൂർ മാനവ് സംഗീത വിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അരിമ്പൂർ പഞ്ചായത്തിലെ കുട്ടികൾക്കായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അന്തിക്കാട് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ എൻ രാജേഷ് ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. രണ്ടാം ഘട്ടത്തിൽ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസും നടക്കും. സതീഷ് മാനവ് അധ്യക്ഷത വഹിച്ചു. സെൻട്രൽ GST മുൻ അസിസ്റ്റന്റ് കമ്മീഷണർ ദേശാനന്ദൻ, വരുൺകുമാർ, ബാലരാജ, ലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് തണൽ ഭവന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ജയബിനി, GSB സ്റ്റേറ്റ് NSS ഓഫീസർ RN അൻസാർ, ജോയിന്റ് ഡയറക്ടർ S ഷാജിദ, സ്കൂൾ ലോക്കൽ മാനേജർ PK പ്രസന്നൻ, NSS യൂണിറ്റ് കോർഡിനേറ്റർ ശലഭ ജ്യോതിഷ് തുടങ്ങിയവർ സംസാരിച്ചു. വളരെ നല്ല രീതിയിൽ അവരൊക്കെ ഉള്ളതുകൊണ്ട് നൽകിയിട്ടുള്ള റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസുകളിൽ പങ്കെടുക്കുന്നത് പുതിയ നിയമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുമെന്ന് പാവർട്ടി SHO ആന്റണി ജോസഫ് നെറ്റോ അഭിപ്രായപ്പെട്ടു. മോട്ടോർ തൊഴിലാളി ക്ഷേമ ബോർഡും തൊഴിലാളി സംഘടനയായ STUവും ഡ്രൈവേഴ്സ് യൂണിയനും സംയുക്തമായി നടത്തിയ അംഗത്വ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. STU മോട്ടോർ തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സിംല യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമ ബോർഡ് ഡയറക്ടർ KJ സ്റ്റാൻലിൻ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ജില്ലാ അഡീഷണൽ ഓഫീസർ ഷാബു വർഗീസ്, CT ജോസഫ്, VJ ലൂവിസ്, അബ്ദുള്ള മോൻ, NK നിയാസ് എന്നിവർ സംസാരിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ പാവർട്ടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനം പതാക ദിനമായി ആചരിച്ചു. KJU സംസ്ഥാന സെക്രട്ടറി ബിജോയ് പെരുമാട്ടിൽ പതാക ഉയർത്തി. പാവർട്ടി മേഖലാ പ്രസിഡന്റ് അബ്ബാസ് വീരാവുണ്ണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KJU നേതാക്കളായ ജോസ് വാവേലി, അഫ്സൽ പാടൂർ, ഷാജു കാരമുക്ക് തുടങ്ങിയവർ സംസാരിച്ചു. ചെങ്ങാലൂർ രണ്ടാം കല്ലിൽ കോഴിക്കൂട്ടിൽ കയറിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. രണ്ടാം കല്ല് കൂനൻ വീട്ടിൽ ബിജുവിന്റെ കോഴിക്കൂട്ടിൽ നിന്നാണ് 6 അടി നീളമുള്ള പാമ്പിനെ പിടികൂടിയത്. സ്നേക്ക് റെസ്ക്യൂ ടീമംഗം രജീഷ് നന്ദിപുലമാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ പിന്നീട് ഉൾവനത്തിൽ വിട്ടയച്ചു. തിരുവില്ലാമല സെന്റ് ജോർജ് കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബസ്തിനോസിന്റെയും തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. ശനിയാഴ്ച രാവിലെ 7-ന് വിശുദ്ധ കുർബാന, നൊവേന, ലതീഞ്ഞ്, കൂട് തുറക്കൽ, അമ്പ് വെഞ്ചിരിപ്പ് എന്നിവ നടക്കും. വികാരി ഫാദർ ജോയ് ചിറ്റിലപ്പള്ളി മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുനാൾ ദിവ്യബലിക്ക് വികാരി ഫാദർ ജോമോൻ ഇമ്മട്ടി മുഖ്യ കാർമ്മികനാകും. തിരുനാൾ ജനറൽ കൺവീനർ ഷാജി കൊച്ചുകറുത്തെടുത്ത്, കൈക്കാരന്മാരായ KT സലി, തോമസ് ഇഞ്ചിക്കാലയിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചെറുമുക്ക് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ശ്രീഭൂതബലിയും നടന്നു. തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രസാദ ഊട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,775 രൂപ, പവന് 70,200 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,372 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും.
ആളൂർ പഞ്ചായത്തിലെ 5 റോഡുകളുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. 1.25 കോടി രൂപ ചിലവഴിച്ചാണ് റോഡുകൾ നവീകരിക്കുന്നത്. ഡിജിറ്റൽ കേബിൾ ടിവി രംഗത്ത് കേരള വിഷന് അഭിമാനകരമായ കുതിപ്പ്. ട്രായുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഡിജിറ്റൽ കേബിൾ ടിവി രംഗത്ത് രാജ്യത്ത് 4ാം സ്ഥാനത്ത് KCCN. വടക്കേക്കാട് എരിഞ്ഞിപ്പടിയിൽ മോട്ടോർ പമ്പ് സെറ്റ് റിപ്പയർ ചെയ്യുന്നതിനിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. വടക്കേക്കാട് സ്വദേശി ഫക്രുദ്ദീനാണ് മരിച്ചത്. പീച്ചി പാണഞ്ചേരി മേഖലകളിലെ സുരക്ഷാ ക്യാമറ പദ്ധതി മന്ത്രി കെ രാജൻ സ്വിച്ച് ഓൺ ചെയ്തു. ലഹരിയുടെ നുഴഞ്ഞുകയറ്റം തടയാൻ സൈനികരെ പോലെ നാം ഒന്നിച്ചു നിൽക്കണമെന്ന് മന്ത്രി. അരിപ്പാലം തോപ്പിൽ കോമ്പരുപറമ്പിൽ ഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം. 25,000 രൂപയോളം നഷ്ടപ്പെട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.